ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്ന ആൾക്കാരാണ്. യാസീന്, തബാറക്ക, അതുപോലെ തന്നെ വാക്കിയ സൂറത്തുകളൊക്കെ നമ്മൾ ഓതാറുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ ഖുർആനൊക്കെ ഓതാറുണ്ട്, പക്ഷേ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചാണോ നമ്മൾ ഖുർആൻ ഓതുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഖുർആനിൻ്റെ നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതുന്നവരെ അള്ളാഹു തആല ശപിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ അറിയാഞ്ഞിട്ടായിരിക്കാം നമ്മൾ ഓതാത്തത്. പക്ഷെ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അത് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടാവണം ഓതേണ്ടത്. അല്ലാതെ ഓതിക്കഴിഞ്ഞാലാണ് പടച്ചോൻ്റെ ശാപം നമുക്ക് കിട്ടുക. പടച്ചോൻ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ പറയണ്ടല്ലോ. പിന്നെ നമുക്കൊരു ബർക്കത്തും ഒരു റഹ്മത്തും ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലെങ്കിലും ഖിയാമത്ത് നാൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു തെറ്റാണല്ലേ ഖുർആനത്തെ ജീവിത നിയമങ്ങൾ പാലിക്കാതെ ഓതുക എന്നുള്ളത്. ഒരു പക്ഷേ നമുക്ക് ഈ ജീവിത നിയമങ്ങളൊന്നും പാലിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ടായിരിക്കും. അതിനെക്കുറിച്ച് അറിയാം, പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഓതണം നമുക്ക് അറിയാഞ്ഞിട്ടായിരിക്കാം. എങ്കിലും നമുക്ക് എന്തൊരു പ്രശ്നം എന്നല്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമുണ്ടെങ്കിലും അതിന് പരിഹാരമാർഗ്ഗങ്ങളും പടച്ചോൻ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾ ഈ നിമിഷം മുതൽ അറിഞ്ഞോ പറയാത്ത ആൾക്കാരാണെങ്കിൽ തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ ഓതാൻ പാടില്ല, അങ്ങനെയുള്ളവരെ അള്ളാഹു തആല ശപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഈ നിമിഷം മുതലല്ലോ അള്ളാഹ് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്നുള്ളത് കണ്ടെത്തണം. ഇപ്പോൾ തജ്വീദ് നിയമങ്ങളൊന്നും പാലിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ മുഴുവൻ തെറ്റാണ്, അതായത് ഖുർആൻ വായിക്കുന്ന പോലെയാണ് ഓതുന്നത്, ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ രീതിയിൽ ഓതുന്നുണ്ട് പക്ഷേ തജ്വീദ് നിയമങ്ങളൊന്നും അതിൽ വരുന്നില്ല നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖുർആനിക് റൂട്ട്സ് അക്കാദമിയുടെ തജ്വീദ് പഠിക്കാം എന്ന് പറയുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിൽ ചേർന്ന് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്നുണ്ട്, അതിന് പുറമെ ഖുർആൻ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് രണ്ടും വേറെ വേറെ ക്ലാസ്സുകളാണ്, കോഴ്സുകളാണ്. അപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഖുർആനിക് റൂട്ട്സ് അക്കാദമിയുടെ ഈ ഒരു തജ്വീദ് പഠിക്കാമെന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് ഫീസ് വരുന്നത് 1000 രൂപ മാത്രമാണ്. 1000 രൂപക്കൊന്നും ആരും എവിടെയും നിങ്ങൾക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ച് തരൂല കേട്ടോ. ഞാൻ സത്യമാണ് പറയുന്നത്. ആരും നിങ്ങൾക്ക് 1000 രൂപക്കൊന്നും തജ്വീദ് നിയമങ്ങൾ പഠിപ്പിച്ച് തരില്ല. നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കൊണ്ടു. ഖുർആനിക് റൂട്ട്സ് അക്കാദമി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പോൾ ഖുർആൻ ഓതാറുണ്ട് പക്ഷേ തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ, അങ്ങനെ ഓതിയിട്ട് നമുക്ക് കൂലി കിട്ടുന്നില്ലല്ലോ, കുറ്റമല്ലേ കിട്ടുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ കാലം ഇപ്പോൾ കുറച്ചൊരു 10-40 വയസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എത്രയോ കാലം അവർ ഖുർആൻ ഓതി ഒന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അതിനൊക്കെ അള്ളാഹു ശപിച്ചേക്കാണെന്ന് ആലോചിക്കുമെന്ന് അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് അറിയാഞ്ഞിട്ടാവുമ്പോൾ നമ്മുടെ തെറ്റല്ല. എങ്കിൽ കൂടി ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കിയ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും എല്ലാ ശാപത്തിൽ നിന്നും എല്ലാ തെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നൽകട്ടെ. എല്ലാ ശിക്ഷകളിൽ നിന്നൊക്കെ നമുക്ക് അള്ളാഹു തആല മുക്തി നൽകട്ടെ. നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ഈ നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ ശുപാർശ ചെയ്യുന്നതാണ് പറയുന്നത്. അന്ത്യനാളിൽ ഖുർആൻ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ജീവിത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ ഓതുക. അപ്പോൾ ഖുർആനിക് റൂട്ട്സ് അക്കാദമിയുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ 1000 രൂപയാണ് ഇതിൻ്റെ ഫീ വരുന്നത്. ഒരു മാസത്തിനാണ് കേട്ടോ നമ്മുടെ ക്ലാസ്. ഒരു മാസത്തിന് വെറും 1000 രൂപ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യാൻ ഈ വീഡിയോൻ്റെ താഴെ ചെറുതായിട്ട് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും, MORE. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടക്കും. അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടാകും, ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് കടക്കും. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യവും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിലെ മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കടക്കുക. അതിന് ശേഷം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഏത് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് അടക്കും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് വേറെ ആരുടെ നമ്പറും കാണാൻ പറ്റില്ല, നിങ്ങളുടെ നമ്പറും വേറെ ആർക്കും കാണാൻ പറ്റില്ല, അഡ്മിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, എല്ലാവരും അതിൽ കടക്കുക. 1000 രൂപയാണ് ഫീ വരുന്നത്. നമ്മുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.